ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്നുവന്ന ബലാത്സംഗ കേസിൽ പ്രമുഖ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കേരള ഹൈക്കോടതി തള്ളി എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴിതാ സിദ്ദിഖ് ഒളിവിലാണ് എന്ന വാർത്തയാണ് വരുന്നത്. സിദ്ദിഖിന്റെ വീട്ടിൽ സിദ്ദിഖും കുടുംബവുമില്ല. അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന സാധ്യതയിൽ സിദ്ദിഖ് ഒളിവിൽ ആയിരിക്കാം എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ മാസം പരാതിക്കാരനായ യുവനടൻ മാധ്യമങ്ങളിലൂടെ ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് സിദ്ദിഖിനെ അഭിനേതാക്കളുടെ സംഘടനയായ മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ നിർബന്ധിതനായി. തുടർന്ന് യുവതി തിരുവനന്തപുരം സിറ്റി പോലീസിൽ നൽകിയ പരാതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 ബലാത്സംഗം, 506 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 2016 നഗരത്തിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് കുറ്റകൃത്യം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. യുവതിയുടെ ആരോപണമുള്ള ഹോട്ടൽ രേഖകളിൽ നിന്ന് പോലീസ് വിവിധ തെളിവുകൾ ശേഖരിച്ചു. ആരോപണങ്ങൾ നിഷേധിച്ച് സിദ്ദിഖ് പറഞ്ഞു, ഇത് മലയാള സിനിമാ വ്യവസായത്തിന്റെ മൊത്തത്തിലുള്ള പ്രശസ്തി നശിപ്പിക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചന എന്നാണ്.